നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പാടെ വെട്ടിക്കുറച്ചു എന്നുള്ളത് അപ്രതീക്ഷിതമായ ഒരു വാർത്തയായിരുന്നു. കാരണം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ കൂടുതൽ കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലായിരുന്നു അനേകം കാലമായിട്ട് നമ്മളെല്ലാവരും സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറയ്ക്കുന്നത് അത് ഒരു നീതിയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ന്യൂനപക്ഷങ്ങൾ എന്നും ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. പൊതു സമൂഹമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും സർക്കാരിന് വരുന്നില്ല. അത് നൽകുന്നിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ നമുക്ക് സൂക്ഷിക്കാനും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുകയാണ്. ഏത് പക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും എത്രമാത്രം ചെറിയ ഒരു സമൂഹമാണെങ്കിലും അവർക്കെല്ലാവർക്കും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാനായിട്ട് സാധ്യത നൽകുന്ന ഒന്നായിരുന്നു ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ. അതുകൊണ്ട് തന്നെ അത് വെട്ടിക്കുറച്ച് നടപടി പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ആ ഒരു രീതിയിൽ നമ്മുടെ അനേകം കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന, പ്രത്യേകിച്ച് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പുകൾ പോലെയുള്ള സ്കോളർഷിപ്പുകൾ അതില്ലാതാകുന്നത് അനേകം വിദ്യാർത്ഥികളെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്.